എല്ലാരും എന്താ പറയുന്നത്? നല്ല പടമാണ്. പിന്നെ ഞാൻ എന്താ പറയാനില്ല, ഞാൻ അഭിനയിക്കുന്ന പടമല്ലേ, അപ്പൊ എനിക്ക് എന്തായാലും നല്ല പടമായിരിക്കും. ഞാൻ പറയാനുള്ള ഒക്കെ പിഷാരടിയോട് പറഞ്ഞിട്ടുണ്ട്. പിഷാരടി വിശദമായിട്ട് പറയും. എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. പുതിയ സിദ്ദിഖിനെ പറ്റി പറയാൻ വന്നത് അങ്ങനെ എനിക്ക് പോരുത്. അല്ല, ആലപ്പുഴ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രണയകഥ തന്നെയാണ് സിനിമ. വളരെ രസമുള്ള കളർഫുൾ ആയിട്ടുള്ള കുറേ ഫ്രെയിമുകളും പുതിയ നായിക, ഒരുപാട് പുതുമുഖങ്ങൾ, എല്ലാവരും നമുക്ക് ചില മുഖങ്ങൾ പരിചയമുള്ളതാണെങ്കിലും സിനിമയിൽ പുതിയതാണ്. അതിലും സിദ്ദിഖ പതിവ് പോലെ ഈ സിനിമയിലും വളരെ ഗംഭീരമായിട്ട് സിദ്ദിഖയുടെ ഒപ്പം ഇരുന്ന് സിനിമ കാണാൻ പറ്റി. സിനിമ ഒരു പുതിയ ഹീറോയിനൊക്കെ നന്നായ പോലെ തന്നെ അവരെല്ലാം എപ്പോഴും പുതിയൊരാൾക്കാർ വരുമ്പം അവർക്ക് പടർന്നു കയറാൻ പറ്റിയ ഒരു വൃക്ഷമാണ് സിദ്ദിഖ എന്ന് പറയുന്നത്. അതിൽ ഗംഭീരമായിട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയൊരു സിനിമയാണ്. ഗംഭീരമായിട്ട് എല്ലാവരും നന്നായിട്ട്. സിനിമ വലിയ വിജയമാവട്ടെ. നിങ്ങളെല്ലാവരും ഈ പടം പോയി കാണണം. ഞങ്ങളെല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ബ്ലഡ് സ്വെറ്റ് ആൻഡ് ടീയേഴ്സ് കൊടുത്തുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ എല്ലാം നിങ്ങളെല്ലാവരും കാണണം. ആൻഡ് പ്ലീസ് സപ്പോർട്ട്. സിദ്ദിഖാണ് ബാക്കിൽ. നിങ്ങൾക്ക് അവിടെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനും കാട്ടി എനിക്കിഷ്ടമായി. ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഞാൻ അത്ര ഇമോഷണൽ ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അതെ, അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. ആ ഒരു ക്യാരക്ടർ ബിൽഡായി വരണമെന്നായിരുന്നു സാജിദ് ഖാൻ്റെ ആഗ്രഹം. അടിപൊളിയായിരുന്നു. ഒരു ഫാദർ ഫിഗർ ആയിരുന്നു. നമ്മളെപ്പോഴും കൂടി ഇരുന്ന് സുലൈമാനി കുടിച്ച് പാട്ടൊക്കെ പാടി ഭയങ്കര നമ്മളെ പ്രായത്തിലുള്ള പോലെ തന്നെ നമ്മളെ കൂടെ ഇരിക്കും, കളിക്കും, ചിരിക്കും. പിന്നെ കുറേ അഡ്വൈസൊക്കെ തരും. നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. സോറി, അടിപൊളി. ജെന്റിൽമെൻ എന്നെല്ലാം പറയുന്നു. ജെന്റിൽമെൻ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് പറയാനും ഇംപ്രൂവ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഓക്കെ, എന്താ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായോ? എല്ലാവരോടും പോയി പറയണം നല്ല സിനിമയായിരുന്നു. അല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള ലവ് സ്റ്റോറി. സീരിയസ്ലി പറഞ്ഞ 7 സ്റ്റേജസ് ആലപ്പുഴയിലെ കാണാത്ത ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അതെ, 7 സ്റ്റേജസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ചെറിയൊരു പാട്ടും ചെയ്തിട്ടുണ്ട് ഇതിൽ. സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ്. അതെന്തായാലും 12-ാം തീയതി തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക സിനിമ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും. ആക്ഷൻസ് ഒക്കെ ആക്ഷൻ സീക്വൻസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ആണ് കാണുന്നത്. എന്നാ എല്ലാവരും കാണാം. എല്ലാവരും സപ്പോർട്ട് തരാം. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ആദ്യം എഴുതിയത് സിദ്ദിഖാന്ന് തോന്നുന്നു. എന്നിട്ട് ഒപ്പിട്ടാ നിർത്തിയത്. സിദ്ദിഖ മതി. താങ്ക് യു. അതെ. അല്ല, ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറം ഈ സിനിമ നടത്തിയെടുക്കാനായിരുന്നു ഞങ്ങളുടെ ഓടിയത്. അത് എല്ലാം സമയമുണ്ടല്ലോ നടക്കാൻ. സമയം ഇതാണ് റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇറങ്ങുന്നതോടെ ക്യാമറ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതെ, അല്ല ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് നമ്മൾ ഈ പല ആൾക്കാർ വെച്ച് പ്ലാൻ ചെയ്ത് നടക്കാതെ ഈ പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച സമയത്ത് വിജയബാബു ചോദിച്ചത് പുതുമുകളെ ചെയ്യാൻ ധൈര്യം ഉണ്ടാകുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യം മാത്രമെന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ചെയ്തതാണ്. ആ ധൈര്യത്തിൻ്റെ പുറത്താണ് ഇത്രയും ക്യാമറ മുമ്പ് ഞാൻ ക്യാമറ ഒക്കെ പിടിച്ച് ബൈക്കൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അതെ, പ്രകാശ് അലക്സ്, വിമൽ നാസർ, നിഹാൽ സാദിഖ് 3 മ്യൂസിക് ഡയറക്ടേഴ്സാണ്. 20 പാട്ടുകളാണ്. എല്ലാവരും അവരുടെ ജോലി ഏറ്റവും ബെസ്റ്റായിട്ട്. പുതിയ ക്യാമറമാനാണ് ഷാരോൺ ശ്രീനിവാസ്. പുതിയ എഡിറ്ററാണ് അമൽ മനോജ്. ഈ ബാക്ക് എൻഡിലും പുതിയ ഉണ്ട്. അവരുടെയൊക്കെ മാക്സിമം ഫ്രഷ്നെസ്സും അവരുടെയൊക്കെ സപ്പോർട്ടും എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതിന് പുതുമുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സിനിമ എടുക്കാൻ പോകുന്ന ആളല്ല.
ഈ കഥയ്ക്ക് നമുക്ക് അത്രയും നമ്പർ ഓഫ് ഡേയ്സ് വേണം, അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയമാണ്. ഒരു ഫ്രഷ് കാസ്റ്റ് ആണെങ്കിൽ നന്നാവും എന്ന് എനിക്ക് തോന്നി. സാജിദ് ഇതിനു മുമ്പ് 5 വർഷമായിട്ട് കൊണ്ടു നടന്ന പ്രോജക്റ്റാണെന്ന് പല കാസ്റ്റ് മാറി വന്നു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം ഇത് പുതുമകളെ വെച്ച് ചെയ്താൽ കൂടുതൽ ബെറ്ററാവും. അത് ബെറ്ററായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതിന് ജസ്റ്റിസ് ചെയ്യാൻ പറ്റി എന്ന് ഇനി ഓഡിയൻസാണ് പറയേണ്ടത്. നമ്മളാൽ കഴിയുന്ന വിധം നമ്മളത് ബെസ്റ്റാക്കിയിട്ടുണ്ട്. അല്ല, ആ സമയത്തൊന്നും ഞാനത് കൊണ്ടുവരുമ്പോൾ എനിക്കത് ഫ്രഷ് പ്രോജക്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കേൾക്കുമ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടാണ് കേൾക്കുന്നത്. ആ രീതിയിൽ ആണ് കൺസീവ് ചെയ്യുന്നത്. ആ സമയത്ത് അത് ഞാൻ ചെയ്യാനിരുന്ന പ്രോജക്റ്റ് അല്ലല്ലോ. അത് വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ലാഗില്ലാതെ 20 സോങ്ങിനെ ഉൾക്കൊള്ളിച്ച് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ ആദ്യം സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അത് സാജിദ് തന്നെ കൺവിൻസ് ചെയ്തു അത് ഇങ്ങനെ ആയിരിക്കും പോകുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾ കണ്ടു. അപ്പം അത് ലാഗില്ലാതെ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് പൊതുവേ കിട്ടിയിട്ടുള്ളത്. ഇനി റിലീസാകുമ്പോൾ ബാക്കിയുള്ള ഓഡിയൻസിൽ നിന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സിദ്ദീഖിയുടെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സിദ്ദീഖ് സൂഫിയും സുജാതയും എന്ന് പറയുന്ന സിനിമയിൽ വേറൊരു തലത്തിലുള്ള പെർഫോമൻസ് തന്നിട്ടുള്ളതാണ്. അത് നായികയുടെ അച്ഛനായിരുന്നു, ഇതിപ്പോൾ നായകൻ്റെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏത് റോൾ കൊടുത്താലും പുള്ളി അത് ഔട്ട്സ്റ്റാൻഡിങ് ആക്കി തരും. അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ട് എലിവേറ്റ് ചെയ്ത് തരുന്ന ഒരാളാണ്. സോ ഇറ്റ്സ് എ മോസ്റ്റ് ട്രസ്റ്റഡ് ആക്ടർ മലയാളം ഹാസ് നൗ. വളരെ വളരെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. സോ നിങ്ങൾ പടം സ്വീകരിച്ചു, ക്യാരക്ടേഴ്സ് സ്വീകരിച്ചു. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുക. നിങ്ങളുടെ കൽബിലേക്ക് കയറിയെന്ന് വിശ്വസിക്കുന്നു ഈ പടം. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് അത് കേട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ക്യാരക്ടേഴ്സിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു, ഈ പടം സ്വീകരിച്ചു. താങ്ക് യു സോ മച്ച്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ഇത്രയും ഒരു എക്സ്പീരിയൻസ് വ്യക്തിൻ്റെ കൂടെ രണ്ടാമത്തെ പടം തന്നെ ചെയ്യാൻ, അതും ഇത്രയും വലിയൊരു ക്യാൻവസിൽ ഇത്രയും സീൻസ് ചെയ്യാൻ, ഒരു പ്രധാന ഭാഗമായിട്ട് ചെയ്യാൻ പുള്ളി എന്നെ ഒരുപാട് എന്നെ പഠിപ്പിച്ച സെറ്റിൽ എന്നെ ഒരുപാട് കോൺഫിഡൻസ് തന്നെ പുള്ളി. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് എക്സ്പീരിയൻസ് വിത്ത് ഹിം. ശരിക്കും താങ്ക് യു. രണ്ട് ക്യാരക്ടർ സിനിമയാണല്ലോ. അപ്പോൾ ഇത് ഫുൾ നമ്മൾ കുറേ പുതിയ ആൾക്കാരാണ്. പിന്നെ ഇത് ഈ പടം കുറച്ചൊരു ഇമോഷണൽ ട്രാക്കാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് കണക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള പോലെ ഇരിക്കും. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ കണ്ടിട്ട് ഒരുപാട് പേർക്ക് കണക്ട് ആയെന്ന് തോന്നുന്നു. കണ്ടിട്ട് എല്ലാവരുടെയും റിയാക്ഷൻ കണ്ടിട്ട് വർക്കായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ബാക്കി നമുക്ക് ആദ്യത്തെ സിനിമയല്ല, അപ്പോൾ അതൊരു എന്താണ് കറക്റ്റ് പറയണം ജഡ്ജ് ചെയ്യാൻ ഉള്ളൊരു പാടാണ്. അതെ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് എങ്ങനെ ഇത് അവർക്കിത് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിനി അതെ, ഒരുപാട് പേരുടെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത് കണ്ട് അത് കണ്ടപ്പോൾ സന്തോഷമായി. പിന്നെ സിദ്ദീഖ് രഞ്ജിത്തിൻ്റെ അവരുടെ കോമ്പിനേഷനൊക്കെ നന്നായിട്ടുണ്ട്, നല്ല വർക്കായിട്ടുണ്ട്. കിട്ടിയത് ഒരു വലിയ എൻട്രി തന്നെയാണ്. നിങ്ങളിപ്പോൾ പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അവരുടെ ആ ഒരു 2 പേരുടെ പ്രണയമാണ് ഇതിൻ്റെ ബേസ് കോറെങ്കിലും നമ്മളൊക്കെ അതിൻ്റെ ഒരു കൽബെന്ന് പറയുമ്പോൾ ഒരു പ്രണയം മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് പറയുന്നുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ഒരു വലിയൊരു കണക്ഷനാണ്. നിങ്ങൾക്ക് ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അത്രത്തോളം ഇത്രയും ഒരു ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിൽ സായിദ് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി അതിന് ഞാൻ ദൈവത്തോട് സായിദ് മാത്രമാണ് നന്ദി പറയുന്നത്. ഒരുപാട് സന്തോഷത്തോടാണ് നിൽക്കുന്നത്. അപ്പം കണ്ടിട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് പറയുന്നത്. ഭയങ്കര സന്തോഷം. ഞാനും ഭയങ്കര എന്താ പറയുക കണ്ണൊക്കെ നിറഞ്ഞാണ് ഇറങ്ങി വന്നത്. കാരണം നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ടേ കണ്ടിട്ടുള്ളൂ. ഫുൾ സ്ക്രിപ്റ്റ് അറിയാമെങ്കിൽ പോലും മേക്കിങ്ങിൽ ഭയങ്കരമായിട്ട് കണക്ട് ആയിരുന്നു. മൊത്തത്തിൽ കുറച്ച് അതായത് നമ്മൾ മുഴുവൻ സിനിമ ഇങ്ങനെ ആയിരിക്കും വരുന്നത് എന്നറിഞ്ഞിട്ടല്ല അഭിനയിച്ചിരുന്നത് ഞാൻ. അപ്പോൾ സിനിമ എനിക്കും കുറേ ഭാഗങ്ങൾ പുതിയതായിരുന്നു. ഞാനില്ലാത്ത സീൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ എക്സൈറ്റഡ്.